എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അക്ഷയ തൃതീയ. ഈ ഒരു ദിവസം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം അനന്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും ഫലമുണ്ടാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ആ ഫലം പല മടങ്ങ് വർദ്ധിക്കുമെന്ന് ശാസ്ത്രങ്ങളും ആചാരങ്ങളും പറയുന്നു. അത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ ദിവസങ്ങളിൽ ഒന്നാണ് അക്ഷയ തൃതീയ. അക്ഷയം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും ക്ഷയിക്കാത്തത്, ഒരിക്കലും അവസാനിക്കാത്തത് എന്നതാണ്. അതായത് ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്ന നല്ല ആശയങ്ങൾ, നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ കാര്യങ്ങൾ, ഇവയെല്ലാം ജീവിതത്തിൽ തുടർച്ചയായ പുരോഗതിയും ഐശ്വര്യവും നൽകുമെന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരു സാധാരണ ദിനമല്ല, മറിച്ച് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവാനുഗ്രഹ ദിനമാണ്. പലരും ഈ ദിവസം സ്വർണം വാങ്ങുന്നതുമായി മാത്രമാണ് ബന്ധിപ്പിക്കുന്നത്. എന്നാൽ അക്ഷയ തൃതീയയുടെ യഥാർത്ഥ അർത്ഥം അതിനേക്കാൾ ഏറെ ആഴമുള്ളതാണ്. ഇത് സമ്പത്ത് മാത്രമല്ല, സമാധാനവും സന്തോഷവും ആത്മീയ വളർച്ചയും നേടാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ മനസ്സിനെയും വീടിനെയും ശുദ്ധമാക്കി നല്ല ചിന്തകളോടെ പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ കഴിയുന്ന ഒരു ദിനം. പുരാണങ്ങളിൽ പറയുന്നത് പോലെ ഈ ദിവസം മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ജനിച്ചതായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുചേലൻ ശ്രീകൃഷ്ണനെ കണ്ടതും ഈ ദിനത്തിലാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ ദിവസം ദൈവിക ഊർജം വളരെ ശക്തമായി നിലനിൽക്കുന്ന ദിവസമായി കരുതപ്പെടുന്നു. ഈ വീഡിയോയിൽ അക്ഷയ തൃതീയ ദിനത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്, ഈ ദിവസം വീട്ടിൽ ഐശ്വര്യം വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏത് ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി അറിയാം. പ്രത്യേകിച്ച് വീടിൻ്റെ ചുറ്റുപാട് മാറ്റാൻ സഹായിക്കുന്ന ചില ലളിതമായ മാർഗങ്ങൾ, ചെടികൾ, അതുപോലെ ദാനധർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി ശ്രദ്ധയോടെ കാണുക. കാരണം നിങ്ങൾ കേൾക്കുന്ന ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാം. അക്ഷയ തൃതീയ ഒരു ദിവസം മാത്രമല്ല, അത് ഒരു ഊർജമാണ്. ആ ദിവസം പ്രകൃതിയിലും മനുഷ്യ ജീവിതത്തിലും ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ്രേഷൻ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഊർജത്തെ ശരിയായ രീതിയിൽ സ്വീകരിച്ചാൽ അത് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരാൻ സഹായിക്കും. ഈ ദിവസം ആരംഭിക്കുന്നത് തന്നെ വളരെ പ്രധാനമാണ്. പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരവും ശുദ്ധമാക്കുന്നത് വെറും ശുചിത്വത്തിനായിട്ടല്ല, അത് ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സും അതോടൊപ്പം ശുദ്ധമാകുന്നു. ഇതിലൂടെ പോസിറ്റീവ് എനർജി വീട്ടിൽ പ്രവേശിക്കാൻ വഴിയൊരുങ്ങുന്നു. അതുപോലെ തന്നെ രാവിലെ വിളക്ക് തെളിയിക്കുന്നത് ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. ഒരു ചെറിയ വിളക്ക് പോലും വീട്ടിൽ പ്രകാശം നൽകുന്നത് പോലെ അത് നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷയുടെ പ്രകാശം നൽകുന്നു. പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വിളക്കിലൂടെ വരുമെന്ന് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മന്ത്രജപം ഈ ദിവസത്തിൽ വളരെ ശക്തമാണ്. മന്ത്രജപം എന്നത് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ആവർത്തിച്ച് ജപിക്കുന്നത് മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊരു ആചാരമായി മാത്രം ചെയ്യാതെ വിശ്വാസത്തോടെയും ഏകാഗ്രതയോടെയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. ദാനധർമ്മങ്ങൾ അക്ഷയ തൃതീയയുടെ ഹൃദയമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്, സഹായം ആവശ്യമുള്ളവർക്ക് കൈത്താങ്ങ് നൽകുന്നത്, ഇവയാണ് ഈ ദിവസത്തിന്റെ യഥാർത്ഥ ആത്മാവ്. കാരണം നാം നൽകുന്നത് നമുക്ക് പല മടങ്ങ് തിരിച്ചു കിട്ടും എന്നതാണ് ഈ ദിവസത്തിന്റെ സാരാംശം. ഇതിനൊപ്പം വീടിന്റെ വാസ്തു അനുസരിച്ച് ചില ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ശുഭകരമാണെന്ന് കരുതപ്പെടുന്നു. തുളസിച്ചെടി വീട്ടിൽ സമാധാനവും ആരോഗ്യവും നൽകുന്ന ഒരു ദൈവീക സാന്നിധ്യമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ മണി പ്ലാന്റ് സമ്പത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നതാണ്. മണി പ്ലാന്റ് അത് വീടിന്റെ സാമ്പത്തിക പുരോഗതിക്ക് സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നെല്ലിമരം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ടതായതിനാൽ അത് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു. ഈ ചെടികൾ വെറും ചെടികളല്ല, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ പ്രതീകങ്ങളാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും അതിനൊപ്പം ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും സമൃദ്ധി കൊണ്ടുവരും. അക്ഷയ തൃതീയ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സാണ്. നെഗറ്റീവ് ചിന്തകളെ വിട്ട് പോസിറ്റീവ് ചിന്തകളോടെ പുതിയ തുടക്കങ്ങൾ കുറിക്കുക.
ആ ദിവസം നിങ്ങൾ തുടങ്ങുന്ന ഒരു ചെറിയ നല്ല പ്രവൃത്തി പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അവസാനമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അക്ഷയ തൃതീയ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരിക്കലും നശിക്കില്ല. അവ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരു അവസരമായി കാണണം, ഒരു തുടക്കമായി കാണണം. സ്വർണം വാങ്ങുന്നതിലോ വലിയ ചെലവുകളിലോ മാത്രം ഈ ദിവസത്തിന്റെ മഹത്വം ഒതുങ്ങുന്നില്ല. മറിച്ച് ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും അതിൻ്റെ യഥാർത്ഥ ശക്തി നമുക്ക് ഫലമായി ലഭിക്കും. ഒരു ചെടി നട്ടുപിടിപ്പിക്കുക, ഒരാൾക്ക് സഹായം നൽകുക, വീട്ടിൽ സമാധാനം നിലനിർത്തുക, ഇവയൊക്കെയാണ് ഈ ദിവസത്തിന്റെ യഥാർത്ഥ ആഘോഷം. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും വരണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകണം. അക്ഷയ തൃതീയ നമ്മെ ആ ദിശയിൽ നയിക്കുന്ന ഒരു ദിനമാണ്. അത് നമ്മെ പഠിപ്പിക്കുന്നത്, നാം പ്രകൃതിയോടും സമൂഹത്തോടും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അതിൻ്റെ ഫലം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നതാണ്. ഈ അക്ഷയ തൃതീയയിൽ നിങ്ങളൊരു ചെറിയ തീരുമാനമെങ്കിലും എടുക്കൂ. അത് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കട്ടെ. ഒരു നല്ല ശീലം ആരംഭിക്കുക, ഒരു ദോഷം വിട്ടൊഴിയുക. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുക. അത് തന്നെയാണ് ഈ ദിവസത്തിന്റെ യഥാർത്ഥ ആഘോഷം. എല്ലാവർക്കും വലിയ തുക കൊടുത്ത് സ്വർണം വാങ്ങാനോ വെള്ളി വാങ്ങുവാനോ മറ്റൊന്നും വാങ്ങുവാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങൾ ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യുക. അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 3 ചെടികളിൽ ഏതെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കുക. ഈ ഒരു ദിനത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം ഇരട്ടിയായിട്ടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നത്. ഓർക്കുക, അക്ഷയ തൃതീയ ഒരു ദിവസം മാത്രമല്ല, അതൊരു തുടർച്ചയാണ്. നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഐശ്വര്യമായി മാറും. നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലും സന്തോഷത്താലും നിറഞ്ഞിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.